പക്ഷേ ഇപ്രാവശ്യം 2 നേതാക്കളെ നമുക്ക് പരാമർശിക്കാതെ പോയിക്കൂടാ. ഒന്ന് കെ.സി. വേണുഗോപാലാണ്. കെ.സി. വേണുഗോപാൽ കുറച്ച് കാലങ്ങളായി കേരളത്തിലെ യു.ഡി.എഫിൻ്റെ മുൻനിരയിലേക്ക് എത്തുമെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഇങ്ങനെ പരന്നിരുന്നു. ആ സമയത്ത് കെ.സി. വേണുഗോപാൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ മാധ്യമങ്ങൾ കെ.സി. വേണുഗോപാലിനോട് കേരളത്തിലെ പ്രമുഖ മാധ്യമം തന്നെ കെ.സി. വേണുഗോപാലിനോട് ചോദിക്കുന്നുണ്ട് എന്താണ്. അപ്പോൾ കെ.സി. വേണുഗോപാലിൻ്റെ ഒരു മറുപടിയുണ്ട്. ഞാൻ പാർട്ടിയെ അനുസരിച്ചുകൊണ്ട് പാർട്ടിയുടെ എക്കാലത്തും അനുസരണയുള്ള പ്രവർത്തനമായി പാർട്ടിയുടെ ഒപ്പം നിലനിൽക്കുമെന്നുള്ളതാണ്. രണ്ടാമത്തെ നേതാവെന്ന് പറയുന്നത് ഏറെക്കാലമായിട്ട് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിനെ എല്ലാ കാലവും കഴിഞ്ഞ അടുത്ത ഒരു കുറച്ച് മാസങ്ങൾ എനിക്കൊന്ന് വർഷങ്ങളോളമായി കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിൽ നിർത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അത് തരൂരാണ്. കോൺഗ്രസിലേക്ക് ശശി തരൂർ തിരിച്ചു വന്നു എന്നുള്ളതാണ് കെ.സി. വേണുഗോപാൽ ശശി തരൂരിൻ്റെ പ്രസ്താവന. ജാഥ നയിക്കാൻ പോകുന്നത് വി ഡി സതീശനാണ്. ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലൊക്കെ ഉണ്ടാകും. പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് യു.ഡി.എഫിൻ്റെ ടീം ലീഡർ എന്ന നിലയ്ക്ക് വി ഡി സതീശൻ തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പ് നയിക്കാൻ പോകുന്നത്. പക്ഷേ ഇവർക്ക് ഇത്രയും ആളുകളെ ഒരുമിച്ച് അണിനിരത്താൻ കഴിയും. അത് LDFന് അങ്ങനെ കഴിയുമോ എന്നുള്ളത് ഒരു ചോദ്യം. ഈ അടുത്ത നാളുകളിലാണ് ഈ പുതിയ ആളുകളെ കൊണ്ടുവന്നിട്ട് പറയുന്ന സീനിയർ നേതാക്കന്മാരെ വീണ്ടും കളത്തിലിറക്കി മത്സരിപ്പിച്ചിട്ട് ഇതിനെ മറികടക്കാൻ ഉള്ള ശ്രമം അവർ നടത്തും. ആ കാര്യം സംശയമൊന്നുമില്ല. നമസ്കാരം. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും ആഴ്ചകൾ തന്നെ ബാക്കിയുള്ളൂ എന്ന് പറയേണ്ടി വരും. ഏതാണ്ട് 3 മാസം. 3 മാസത്തേക്കാൾ കൂടുതൽ നമുക്ക് ആഴ്ചകളായിരിക്കും. കാരണം അതിൻ്റെ പ്രത്യേകിച്ച് മുന്നണികളിൽ ഒരു തയ്യാറെടുപ്പൊക്കെ കാണുമ്പോൾ നമുക്ക് ആഴ്ചകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയേണ്ടി വരും. പതിവിന് വിപരീതമായി ഇപ്രാവശ്യം പ്രത്യേകിച്ച് UDF ക്യാമ്പിൽ വർദ്ധിച്ചൊരു ഉണർവാണ്. ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റെന്തൊക്കെയോ ഒരു പ്രചോദനം UDF ക്യാമ്പിന് കിട്ടിയതുപോലെ. ഒരു പക്ഷേ വി ഡി സതീശൻ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ കേരളത്തിൽ 100 സീറ്റ് എന്നൊരു ലക്ഷ്യം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. തുടരെ ആവർത്തിക്കുകയാണ്. ആ 100 സീറ്റ് നേടും. അതിനിടയ്ക്ക് അദ്ദേഹം പ്രത്യേകിച്ച് സമുദായ നേതാക്കൾ വെള്ളാപ്പള്ളി അടക്കമുള്ളവർ ഇടതുപക്ഷത്തിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നു. ആ വെള്ളാപ്പള്ളിയോട് വി ഡി സതീശൻ പറയുകയാണ് 100 സീറ്റ് രാഷ്ട്രീയ വനവാസത്തിന് പോകും. അത് പറയാൻ മാത്രം ധൈര്യം. ഈ രാഷ്ട്രീയ വനവാസം എന്നുള്ളത് പലതവണ അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹത്തിനുള്ളൊരു പിൻബലം യഥാർത്ഥത്തിൽ ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാത്രമല്ല അതിന് മുമ്പ് പാലക്കാട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് വി ഡി സതീശൻ പറഞ്ഞിരുന്നു. അത് ആവർത്തിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയത്ത് ഒരു ചേലക്കര എന്ന് പറയുന്ന കെ രാധാകൃഷ്ണൻ പാർലമെൻറ്റിലേക്ക് മത്സരിച്ചപ്പോൾ ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പ് ഒഴികെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും UDFന് വലിയ വിജയം നേടാൻ കഴിഞ്ഞു. അതായത് 99 സീറ്റ് നേടിയ അധികാരത്തിൽ വന്ന LDFന് 2 സിറ്റിംഗ് സീറ്റുകൾ കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. UDFയെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20ൽ 18 സീറ്റുകൾ. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ വേറൊരു അന്തരീക്ഷമാണ്. കാരണം BJP ആണോ കോൺഗ്രസ് ആണോ ഭരിക്കാൻ പോകുന്നത് മിക്കവാറും സമയങ്ങളിലും കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ആളുകളാണ് കേരളത്തിലുള്ളത്. കാരണം കോൺഗ്രസോ BJP എന്നുള്ള ചോയ്സ് ഉള്ളതുകൊണ്ട്. പക്ഷേ അതിന് പിന്നാലെ ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ മാത്രമല്ല പിന്നീട് വന്ന കഴിഞ്ഞ ഡിസംബറിൽ നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിലുണ്ടായ ഒരു വലിയ മുന്നേറ്റം. ആ മുന്നേറ്റം 2011 10ൽ UDF നേടിയ ഒരു മുന്നേറ്റത്തെ അനുസ്മരിക്കുന്ന തരത്തിലായിരുന്നു. അതായത് പഞ്ചായത്ത് വാർഡുകൾ മുതൽ കോർപ്പറേഷനുകൾ വരെ അവർക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അടിത്തട്ട് മുകൾത്തട്ട് വരെ അവർക്ക് സ്വാധീനം തിരിച്ചു പിടിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു ആത്മവിശ്വാസം. അതിൽ രസകരമായൊരു കാര്യം കഴിഞ്ഞ ദിവസം സമാപിച്ച ലക്ഷ്യ സമ്മിറ്റ് ഉണ്ടല്ലോ. ലക്ഷ്യ സമ്മിറ്റുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ്റെ ഒരു പെരുമാറ്റ രീതി. വി ഡി സതീശൻ പറയുകയാണ് 100 സീറ്റുകളിൽ അധികാരത്തിൽ വരും, അതിനപ്പുറം നമ്മൾ സർക്കാരിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും, പ്രത്യേകിച്ച് നികുതി പരിഷ്കാരങ്ങൾ. ബാലഗോപാൽ ഇവിടെ കൊമ്പ് കുത്തി ശ്രമിച്ചിട്ടും കേരളത്തിൽ നടപ്പാവാതെ ഒരുപക്ഷെ പരാജയപ്പെടുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും ഈ ഒരു വിലയിരുത്തലുകളൊക്കെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അതിലടക്കം പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമെന്നുള്ള ഗവൺമെൻറ് വരുമെന്ന് ഉറപ്പാക്കിയിട്ടാണ് ഭയങ്കര ആത്മവിശ്വാസമാണ്. ഈ ആത്മവിശ്വാസത്തിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹം കണക്കുകളാണ് നിരത്തുന്നത്. കോൺഗ്രസ് പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന് അപ്പുറം കോൺഗ്രസ് പറയുകയാണ് ഞങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഇപ്പോൾ മലബാറിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ പാലക്കാട് കോൺഗ്രസിന് വലിയ തിരിച്ചടിയേറ്റിട്ടുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ തിരിച്ചടിയേറ്റിട്ടുള്ള മണ്ഡലങ്ങളുള്ള ഒരു ജില്ലയാണ് പാലക്കാട്. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, അതിൻ്റെയൊക്കെ ഒപ്പം ഈ ഒരു റീജിയൻ തൃശ്ശൂർ കൂടെ ചേരുമ്പോൾ ഇവിടെ എല്ലാം സ്വീപ്പിംഗ് വിക്ടറി ഉണ്ടാവും എന്നാണ് വിലയിരുത്തൽ വരുന്നത്. നമ്മളിതിൻ്റെ ഒരു കണക്കുകൾ പരിശോധിച്ചാൽ അതായത് കഴിഞ്ഞ തവണ UDFന് കിട്ടിയത് 47 സീറ്റാണ്, LDFന് കിട്ടിയത് 99 സീറ്റാണ്. എന്ന് പറഞ്ഞാൽ
ഈ 100 സീറ്റിൽ എത്തണമെന്നുണ്ടെങ്കിൽ UDF 47 നിന്ന് അത്ര ഇരട്ടിയോളം സീറ്റുകൾ കൂടി പിടിച്ചാൽ മാത്രമാണ് ഇവർക്ക് ഈ പറഞ്ഞ സീറ്റുകളിൽ എത്താൻ ഇതൊക്കെ പറ്റുള്ളൂ. ജനങ്ങൾ കൊടുക്കണമല്ലോ. ഇത് ജനങ്ങൾ കൊടുക്കണം. അതേസമയം 2016 നടന്ന തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് UDF സീറ്റുകൾ കുറയുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 സംഭവിച്ചതെന്നുള്ള വോട്ട് പെർസെൻറ്റേജിൽ കാര്യമായ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇതിനെ മറികടന്നുകൊണ്ട് വേണം ഇരട്ടിയോളം സീറ്റുകൾ പിടിച്ചെടുക്കാൻ UDF കഴിയണം. ആ ഒരു ആത്മവിശ്വാസം കിട്ടുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയെന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുപോലെ റിഫ്ലക്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ അപേക്ഷിച്ച് നോക്കി അത് അസാധ്യമാണെന്നും പറയാൻ കഴിയില്ല. അപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ എടുത്ത് നോക്കിയാൽ 2021 16 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ LDF വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു. ആ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുപോലെ തന്നെ ആവർത്തിക്കാൻ LDF കഴിയുകയും 90-ലധികം സീറ്റുകൾ 99ഉം 94 അങ്ങനെ ഒരു വലിയ വ്യത്യാസമില്ലാത്ത തരത്തിൽ സീറ്റുകൾ നേടാനും അവർക്ക് കഴിഞ്ഞു. പക്ഷേ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കുമ്പോൾ 2010 UDF വലിയ നേട്ടം ഉണ്ടാക്കിയിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ ആ നേട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. മറിച്ച് അവരധികാരത്തിൽ വന്നു. പക്ഷേ 1-2 സീറ്റുകളുടെ മാത്രം ഭൂരിപക്ഷത്തിൽ ആണ് UDF അന്ന് അധികാരത്തിൽ വരുന്നത്. അതായത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അന്ന് UDF ഉണ്ടാക്കിയ നേട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ. പക്ഷേ LDF സംബന്ധിച്ച് ഈ 2 തെരഞ്ഞെടുപ്പുകളിലും ആ നേട്ടം അവർക്ക് ആവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള സംഗതി കൂടിയുണ്ട്. ഇനി ഇവർ പറയുന്ന ഈ 100 സീറ്റ് എന്നുള്ളത് UDF സംബന്ധിച്ചൊരു വലിയ പ്രൊജക്ഷനാണ്. ഇപ്പോൾ 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഏത് മുന്നണിക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്നത്. പക്ഷെ അന്ന് ഈ ഒരു കാര്യം പറയാതെ പോവില്ലല്ലോ, ഐക്യമുന്നണി ആ സമയത്ത് ഐക്യമുന്നണിയിൽ CPI അടക്കമുള്ളവർ അന്ന് അന്നത്തെ ഐക്യമുന്നണി എന്ന് പറയുന്നത് കുറേ കൂടെ വിപുലമായൊരു സംവിധാനമായിരുന്നു. വലിയ ആൾക്കൂട്ടമാണ്, വലിയ കൂട്ടമായിരുന്നു. അന്ന് കോൺഗ്രസിനോടൊപ്പം തന്നെ CPI അന്ന് ഐക്യമുന്നണിയിലുണ്ടായിരുന്നു. ഇപ്പോൾ LDF നിൽക്കുന്ന രണ്ടാമത്തെ പട്ടിക CPI അന്ന് ഐക്യമുന്നണിയിലുണ്ടായിരുന്നു. RSP എന്ന് പറയുന്ന ഇടതുപക്ഷത്തിലെ പ്രധാനപ്പെട്ട തെക്കൻ ജില്ലകളിലെങ്കിലും കുറച്ച് കൊല്ലം മേഖലകളിലെങ്കിലും കാര്യമായൊരു സ്വാധീനമുള്ള പാർട്ടി അന്ന് ഐക്യമുന്നണിയിലുണ്ടായിരുന്നു. ഇവരെല്ലാം ചേർത്തിട്ടാണെന്ന് 111 സീറ്റ് എന്ന് പറയുന്ന വലിയൊരു മാന്ത്രിക സംഖ്യ അന്ന് നേടാൻ കഴിഞ്ഞത്. പിന്നീട് UDF ഇത്രയും അധികാരത്തിലേക്ക് വരുന്നത്, ഇത്രയും വോട്ട് ഏതാണ്ട് 100 സീറ്റോളം അടുത്ത് അധികാരത്തിലേക്ക് വരുന്നത് 2001 2001 അത്രയും സീറ്റുകൾ. എനിക്ക് തോന്നുന്നു 99 നായനാർ സർക്കാരിന് ശേഷം വരുന്ന ആൻ്റണി സർക്കാർ, അതെ 99 100 എന്ന് പറയുന്ന ഒരു സീറ്റ്. അപ്പോൾ പിന്നീട് ഒരിക്കലും ഈ പറയുന്ന UDF ഇത്രയും വലിയ നേട്ടം കാത്തിരിപ്പാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത്രയും 24 വർഷത്തിന് ശേഷം ഒരു 100 സീറ്റിലെത്തും എന്നുള്ളൊരു പ്രൊജക്ഷനാണ്, ഒരു പ്രതീക്ഷയാണ് UDFും കോൺഗ്രസും പുലർത്തുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കേരള രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു പ്രശ്നം, അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നൊരു വിഷയം. കേരളത്തിൻ്റെ മണ്ണ്, കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ണ് ഇതിനു വേണ്ടി പാകപ്പെട്ടിട്ടുണ്ടോ? കാരണം 1977ഉം 2001 ഒക്കെ ആവർത്തിക്കാൻ പാകത്തിന് കോൺഗ്രസിൻ്റെ കേരളത്തിൻ്റെ രാഷ്ട്രീയ നഭസിൽ എത്രത്തോളം ഒരു പാകപ്പെടൽ ഉണ്ടായി എന്നുള്ളതല്ലേ നമ്മൾ ഉറ്റുനോക്കേണ്ടത്. അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്നുള്ളതൊരു കാര്യമുണ്ട്. 2011 ശേഷം UDF അടിത്തട്ട് മുതൽ മുകൾ തട്ട് വരെ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു രാഷ്ട്രീയ മാറ്റം കേരളത്തിലുണ്ടായി. പക്ഷേ അത് 2 തവണ പിണറായി വിജയൻ്റെ ഭരണത്തിന് ശേഷമാണ് ഈ നേട്ടം അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ 2 തരത്തിലായിരിക്കാം. ഒന്ന്, സർക്കാർ വിരുദ്ധമായ, കേരളത്തിൽ സാധാരണ തിരഞ്ഞെടുപ്പുകളിൽ ഇൻകംബൻസി ഫാക്ടർ എന്നുള്ളത് വളരെ പ്രകടമായി ഉണ്ടാവാറില്ല. ഒരു ഭരണം കഴിഞ്ഞാൽ അടുത്ത ഭരണത്തിൽ മറ്റേ മുന്നണിയായിരിക്കും വരുന്നത്. പക്ഷേ ഇവിടെ 10 വർഷം തുടർച്ചയായി പിണറായി വിജയന് ഭരിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു 10 വർഷത്തെ ഭരണത്തിനെതിരായുള്ള ഒരു വികാരം ഒരു പക്ഷേ ഉണ്ടാകാം. അതിന് ഒരു പട്ടിക കൂടെ നമുക്ക് ശ്രദ്ധയിൽപ്പെടുത്തി പോവാം. കേരളത്തിൽ ഇപ്രാവശ്യം ലക്ഷ്യ സമ്മിറ്റിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു സീറ്റ് നിലവാരം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതിലൊരു കണക്ക് കൂട്ടലുണ്ട്. ആ കണക്കൂട്ടൽ ജില്ല തിരിച്ചിട്ടാണ് അവർ വെച്ചിട്ടുള്ളത്. അതിൽ കാസർഗോഡ് 3 സീറ്റുകൾ, കണ്ണൂർ 4, കോഴിക്കോട് 8, വയനാട് 3, മലപ്പുറത്ത് 16, പാലക്കാട് 5, തൃശ്ശൂർ 6, എറണാകുളത്ത് 12. എറണാകുളം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പക്ഷേ ആ ഒരു കോൺഫിഡൻസ് കോൺഗ്രസ് ഉണ്ടാവാം. അതോടൊപ്പം തന്നെ ഇടുക്കിയിൽ 4 സീറ്റുകൾ പറഞ്ഞിരിക്കുന്നുണ്ട്. കോട്ടയത്ത് 5, ആലപ്പുഴ 4, പത്തനംതിട്ട 5, കൊല്ലം 6, തിരുവനന്തപുരം 4.
ഇങ്ങനെയാണ് കനകോലുവിൻ്റെ ഒരു 80 സീറ്റുകളുടെ ഒരു കണക്ക് കൂട്ടൽ ഇതിൽ കോൺഗ്രസിന്. നമ്മൾ പറയാതെ വിട്ടുപോയ ഇത് കൂടി ചേർത്ത് പറയാം. വിട്ടുപോയൊരു ഫാക്ടർ, ഇപ്പം കോൺഗ്രസിൻ്റെ ലക്ഷ്യ സമ്മിറ്റിൽ സുനിൽ കനകോലു ഉണ്ടായിരുന്നു. അതെ, നേതൃയോഗത്തിലടക്കം വി ഡി സതീശൻ്റെ രാഷ്ട്രീയ തന്ത്രം കൂടെ. രാഷ്ട്രീയ തന്ത്രജ്ഞനായ, കേരളത്തിലെ ഈ സീറ്റുകളെക്കുറിച്ച് വളരെ സൂക്ഷ്മമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്നൊക്കെ പറയുന്ന സുനിൽ കനകോലു പാർട്ടിക്ക് പുറത്തുള്ള ഒരാളാണ്. അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളത് കോൺഗ്രസിൻ്റെ നേതൃയോഗത്തിൽ അദ്ദേഹത്തിൻ്റെ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. ആ പ്രസൻറ്റേഷനിലാണ് ഈ പറയുന്ന 90 സീറ്റോളം ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നാൽ യു ഡി എഫിന് കിട്ടുമെന്ന് അദ്ദേഹം പറയുന്നത്. പക്ഷേ കനകോലുവിൻ്റെ ചില നിഗമനങ്ങളെ തിരുത്തിയെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അതായത് കനകോലു പറഞ്ഞത് ക്രിസ്ത്യൻ വോട്ടുകളിൽ കാര്യമായ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റിയില്ല, യു ഡി എഫിന് സ്വാധീനം ഉണ്ടാക്കാൻ പറ്റിയില്ല. അതുപോലെ ഹിന്ദു വോട്ടുകളിലും കാര്യമായ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റിയില്ല. പക്ഷേ മുസ്ലിം വോട്ടുകളെ കാര്യമായി സമാഹരിക്കാൻ പറ്റും. പക്ഷേ ഇതിനെ തിരുത്തിയെന്നാണ് പറഞ്ഞത്. കനകോലുവിനെ തിരുത്തിക്കൊണ്ടാണ് ഈ ഹിന്ദു വോട്ടുകൾ, ക്രിസ്ത്യൻ വോട്ടുകളിൽ ഉൾപ്പെടെ സ്വാധീനം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മധ്യ കേരളത്തിൽ ഉൾപ്പെടെ, അതായത് നേരത്തെ പറഞ്ഞ ഇടുക്കി, കോട്ടയം, എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഉള്ള കൂടുതൽ സ്വാധീനമുണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു. പ്രത്യേകിച്ച് ഈ കെ.എം. മാണി, കേരള കോൺഗ്രസ് എമ്മിൻ്റെ അടക്കമുള്ള സീറ്റുകൾ കോൺഗ്രസ് യു ഡി എഫിൻ്റെ എല്ലാ കാലത്തെയും ഒരു ശക്തി എന്ന് പറയുന്നത് ഈ പറയുന്ന മധ്യ കേരളത്തിൽ അവർക്ക് നേടിക്കൊണ്ടിരുന്ന നേട്ടത്തിന്, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് LDFിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള ഘട്ടങ്ങളിലൊക്കെ യു ഡി എഫിൻ്റെ നേട്ടങ്ങളുടെ അടിത്തറ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പായിരുന്നു. കെ.എം. മാണി ഉണ്ടായിരുന്ന UDF എന്ന് പറഞ്ഞാൽ തന്നെ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന ഒന്നുകിൽ A.K. ആൻ്റണി അല്ലെങ്കിൽ കരുണാകരൻ, പിന്നീട് K.M. മാണി അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി, ഇതായിരുന്നു UDF എന്ന് പറയുന്ന ഒരു സംവിധാനം. ബാക്കിയുള്ള പാർട്ടികളൊക്കെ കൂടെ നിൽക്കുന്നതേ ഉള്ളൂ. പിന്നെ മധ്യ കേരളത്തിൽ അപ്പോൾ ഈ K.M. മാണി എന്ന് പറയുന്ന ഫാക്ടറിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് LDF ഉണ്ടാക്കിയ വിജയത്തിന് പിന്നിൽ ജോസ് കെ മാണി അപ്പുറത്തേക്ക് LDFിലേക്ക് മാറിയത് ഇതിൻ്റെ ഒരു സ്വാധീനമുണ്ടായിരുന്നു. കോട്ടയം ജില്ല, അതുപോലെ തന്നെ ഇടുക്കി ജില്ല, പത്തനംതിട്ട ജില്ലകളുടെ ഒരു ഭാഗം, ഇതൊക്കെ തന്നെ ഇതിൻ്റെ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു. അങ്ങനെയാണ് അവർ 99 സീറ്റിലേക്ക് അന്ന് LDFിന് വരാൻ കഴിഞ്ഞത്. അതായത് കഴിഞ്ഞ 2021 കൂടുതൽ സീറ്റുകൾ അന്ന് അവർക്ക് നേടാൻ കഴിഞ്ഞു. പിന്നീട് നടന്ന ചില തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ അതിൻ്റെ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ആ സ്വാധീനം കുറഞ്ഞു എന്നുള്ളൊരു തോന്നലാണ് യഥാർത്ഥത്തിൽ ഇപ്പം വരുന്നത്. അല്ലെങ്കിൽ ഇത്തരമൊരു വിജയം മധ്യ കേരളത്തിൽ, പ്രത്യേകിച്ച് കോട്ടയം, ഇടുക്കി ജില്ലകളിൽ UDFിന് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലും ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് UDFിലേക്ക് ചുവപ്പ് പരവതാനി വിരിക്കുന്ന നേതാക്കളെയാണല്ലോ നമ്മൾ കാണുന്നത്. അതെ, അതാണ് ഇപ്പം VD സതീശൻ പറയുന്ന ഒരു കാര്യം. ഇതുവരെ കണ്ട ഒരു രാഷ്ട്രീയ മുന്നണിയല്ല 2026 തെരഞ്ഞെടുപ്പിൽ UDF എന്നാണ് അദ്ദേഹം പറയുന്നത്. കോൺഗ്രസിൻ്റെ പ്രത്യേകിച്ച് ഈ UDFിൻ്റെ ഒരു ഇലക്ഷൻ ടാക്ടിക്സ് അപ്പാടെ മറിയുന്ന ഒരു മാറ്റിമറിക്കാൻ വേണ്ടി പദ്ധതിയിടുന്ന ഒരു പുതിയ പട്ടികയൊക്കെ പ്രതീക്ഷിക്കാമെന്നാണല്ലോ UDF കേന്ദ്രങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. നമുക്ക് കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് അപ്പോൾ അതിൻ്റെ ചില സൂചനകളാണ് ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഉണ്ടായത്. ഒന്ന്, അൻവറിനെ നിലമ്പൂരിൽ മത്സരിച്ച UDF സ്ഥാനാർത്ഥിക്കെതിരെ നിരന്തരമായി കലഹങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അൻവറിനെ UDFിൻ്റെ അസോസിയേറ്റ് അംഗമാക്കി മാറ്റാൻ തീരുമാനിച്ചു. അദ്ദേഹം ഒരുപക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു സീറ്റിൽ CPMൻ്റെ പ്രധാനപ്പെട്ട ഒരു MLA ലീഡറിനെ തന്നെ നേരിടാൻ ഇപ്പോൾ തയ്യാറാണെന്നാണ് പറയുന്നത്. മുഹമ്മദ് റിയാസിനെയൊക്കെ നേരിടാൻ തയ്യാറായി എന്നൊക്കെയാണ് പറയുന്നത്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ KT ജലീലിൻ്റെ മണ്ഡലത്തിലൊക്കെ എനിക്ക് തോന്നുന്നു പാളയത്തിൽ നിന്ന് പുറത്തെത്തിയവനാണല്ലോ. അപ്പോൾ LDFിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. LDFിന് വലിയ നേട്ടങ്ങൾ ആ ഭാഗങ്ങളിൽ ഉണ്ടാക്കിയ ഒരാളാണ്, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു മാറ്റം ഒരുപക്ഷെ മലപ്പുറം ജില്ലയിൽ UDFിന് അനുകൂലമായ ഒരു സാഹചര്യം. ഈ മുസ്ലിം സമുദായത്തിലേക്ക് CPMനെ സംബന്ധിച്ചിടത്തോളം കാര്യമായ മുസ്ലിം സമുദായത്തിലുള്ള സ്വാധീനത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന നേതാക്കളുടെ ഒരു അഭാവം എല്ലാ കാലവും ഒരു വെല്ലുവിളിയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ അൻവറിനെ സംബന്ധിച്ചുള്ള അൻവർ CPMനും ഈ ഭൂരിപക്ഷ മുസ്ലിം സമുദായങ്ങൾക്കും ഇടയിൽ ഒരു പാലമായി ഒരു വലിയ കാലഘട്ടം ചില മേഖലകളിലെങ്കിലും അൻവറിൻ്റെ ഒരു സ്വാധീനമുണ്ട്. പ്രത്യേകിച്ച് അൻവർ LDFിൽ വന്നപ്പോൾ LDFിന് അനുകൂലമായി വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരാളാണ്. മുസ്ലിം ലീഗിനെ പോലും ചലഞ്ച് ചെയ്തിട്ടാണ് അൻവർ MLA ആവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഒറ്റയ്ക്ക് തന്നെ ഫൈറ്റ് ചെയ്തിരുന്ന ഒരാളാണ്. അത്തരത്തിൽ ഒരു സ്വാധീനം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ആ സ്വാധീനം ഇപ്പോൾ അപ്പുറത്തേക്ക് പോയി, UDFിലേക്ക് പോയി എന്നുള്ള മലപ്പുറം തെരഞ്ഞെടുപ്പിൻ്റെ ചില പ്രദേശങ്ങളിൽ അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. UDFിന് പല ഈ മൈക്രോ ആയിട്ടുള്ള പല ഇക്വേഷൻസും എടുത്തു. രണ്ടാമത് CK ജാനു. ഇപ്പോൾ UDFിനെ സംബന്ധിച്ച് എല്ലാ കാലത്തും വലിയൊരു പ്രശ്നം, നമ്മൾ ആദ്യം AK ആൻ്റണി സർക്കാർ അധികാരത്തിൽ വന്നു, 99 സീറ്റ് നേടി അധികാരത്തിൽ വന്നു എന്ന് പറയുന്ന AK ആൻ്റണി സർക്കാർ നേരിട്ട ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു മുത്തങ്ങയിൽ നടന്ന പോലീസ് വെടിവെപ്പും 2 മരണങ്ങളും ആദിവാസികളെ തല്ലിച്ചതച്ച വിഷയങ്ങളുമൊക്കെ.
പക്ഷേ ആ സമരത്തിന് നേതൃത്വം നൽകിയ, അപ്പോൾ അന്ന് കരാറുണ്ടാക്കിയിരുന്നു, സി കെ ജാനുവും ഗീതാനന്ദനും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ആദിവാസികൾക്ക് ഭൂമി നൽകുമെന്നുള്ള ഒരു കരാറുണ്ടാക്കിയിരുന്നു. ആ കരാർ ലംഘിച്ചു എന്ന് പറഞ്ഞാണ് സി കെ ജാനുവിൻ്റെ നേതൃത്വത്തിൽ മുത്തങ്ങയിൽ കുടിൽ കെട്ടിക്കൊണ്ട് സമരം നടന്നു പ്രതിഷേധിക്കുന്നത്. ആ സമരത്തിനെതിരെ നടന്ന വെടിവെപ്പ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇപ്പോഴും വളരെ ഓർമ്മിക്കപ്പെടുന്നൊരു സംഭവമാണ്. അന്ന് ആ സമരത്തിൽ സർക്കാരിനെതിരെ സമരം ചെയ്ത സി കെ ജാനുവിനെ ഇപ്പം മുന്നണിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. കേരളത്തിലെ ആദിവാസി മേഖലയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീഡറാണ് സി കെ ജാനു. സി കെ ജാനു എൻ ഡി എയിൽ പോയിട്ടാണ് തിരിച്ചു വരുന്നത്. അതൊക്കെ വേറൊരു പ്രശ്നം. പക്ഷേ യു ഡി എഫിന്, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ തന്ത്രം ഈ തെരഞ്ഞെടുപ്പിൽ പൊതുവേ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന, എല്ലാ വിഭാഗങ്ങളുടെ പ്രതിനിധികളെ തങ്ങളുടെ ഒപ്പം നിർത്തുന്ന, എല്ലാ വിഭാഗങ്ങളിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ ചാനലുകൾ ഉണ്ടാക്കുന്ന ഒരു രീതിയായിട്ട് തന്നെ വിലയിരുത്തിക്കൂടെ? ഇപ്പോൾ ഈ ജാനു ആവട്ടെ, ഇവിടെ അൻവർ ആവട്ടെ, മറ്റ് സമുദായ, എനിക്കൊന്ന് KPMS അടക്കമുള്ള സംഘടനകളുമായി ഈ വിധത്തിലൊരു നീക്കുപോക്ക് സാധ്യതയുണ്ട്. അത്തരത്തിൽ ചില ചർച്ചകൾ നടന്നു കഴിഞ്ഞെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ദലിത് ലീഡർഷിപ്പിലുള്ള അല്ലെങ്കിൽ ദലിത് വിഭാഗങ്ങളിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഒക്കെ ആയിട്ടുള്ള ചർച്ചകൾ പാരലായി നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ മുന്നണിക്ക് പുറത്തുള്ള ആളുകൾ, ഇപ്പോൾ വി ഡി സതീശൻ കൂടെ പറയുന്നൊരു കാര്യം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ മുന്നണിയല്ല 2026 വരാൻ പോകുന്നത്. ഇത് വിവിധ സാമൂഹ്യ വിഭാഗങ്ങളുടെയും വ്യക്തികളെയും ഒക്കെ ഉൾക്കൊള്ളുന്ന വിശാലമായൊരു പ്ലാറ്റ്ഫോം ആയിരിക്കുമെന്നാണ് പറയുന്നത്. ഇൻക്ലൂസീവായ എല്ലാ വിഭാഗങ്ങളെയും ഇൻക്ലൂഡ് ചെയ്യുന്ന. ഇതിലേറ്റവും രസകരമായൊരു കാര്യം, വി ഡി സതീശൻ ഇങ്ങനെ ആവർത്തിക്കുകയാണ്, അങ്ങ് പറഞ്ഞ പോലെ ഇൻക്ലൂസീവായൊരു മുന്നണി. അതെ, ഈ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ UDF ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് പലപ്പോഴും ഈ സ്ഥാനാർത്ഥി നിർണ്ണയം. ഈ പറയുന്ന സ്ഥാനാർത്ഥി പട്ടിക പുറത്ത് വന്ന് തൊട്ട് പിന്നാലെ തന്നെ പല ആളുകളും മുഖം വീർപ്പിക്കാറുണ്ട്. ചില ആളുകൾ ഇറങ്ങിപ്പോകും, ചില ആളുകൾ അവിടെ കിടന്ന് ലഭ്യം പറയും, ചില ആളുകൾ ബഹളമുണ്ടാക്കും, ചില ആളുകൾ ഇവിടുന്ന് അപ്പോൾ തന്നെ ഡൽഹിക്ക് വണ്ടി കയറും. അപ്പോൾ ഈ സമ്മർദ്ദങ്ങൾ, പ്രത്യേകിച്ച് ഈ സ്ഥാനമോഹത്തിന് വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ എല്ലാ കാലവും കോൺഗ്രസ്സിന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ വെല്ലുവിളിയാവാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം രണ്ട് നേതാക്കളെ നമുക്ക് പരാമർശിക്കാതെ പോയിക്കൂടാ. ഒന്ന് KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ കുറച്ച് കാലങ്ങളായി കേരളത്തിലെ UDF മുൻനിരയിലേക്ക് എത്തുമെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. ആ സമയത്ത് KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ മാധ്യമങ്ങൾ KC വേണുഗോപാലിനോട്, കേരളത്തിലെ പ്രമുഖ മാധ്യമം തന്നെ KC വേണുഗോപാലിനോട് ചോദിക്കുന്നുണ്ട് എന്താണ്. അപ്പോൾ KC വേണുഗോപാലിൻ്റെ ഒരു മറുപടിയുണ്ട്, ഞാൻ പാർട്ടിയെ അനുസരിച്ചുകൊണ്ട്, പാർട്ടിയുടെ എക്കാലത്തും അനുസരണയുള്ള പ്രവർത്തനമായി പാർട്ടിയുടെ ഒപ്പം നിലനിൽക്കുമെന്നുള്ളതാണ്. രണ്ടാമത്തെ നേതാവ് എന്ന് പറയുന്നത് ഏറെക്കാലമായിട്ട് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിനെ എല്ലാ കാലവും കഴിഞ്ഞ അടുത്ത ഒരു കുറച്ച് മാസങ്ങൾ, എനിക്കൊന്ന് വർഷങ്ങളോളമായി കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിൽ നിർത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അത് ശശി തരൂരാണ്. കോൺഗ്രസിലേക്ക് ശശി തരൂർ തിരിച്ചു വന്നു എന്നുള്ളതാണ് ശശി തരൂരിൻ്റെ പ്രസ്താവന. ആ പ്രസ്താവനയും ഇത്തരത്തിൽ വളരെ മൈൽഡായിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കോൺഗ്രസിലെ ആഭ്യന്തര കലാപം എന്നുള്ളൊരു സാധ്യത അപ്പാടെ തള്ളിക്കളയാൻ കഴിയുമോ ഈ ഒരു സാഹചര്യത്തിൽ എന്നുള്ളതാണ്. കോൺഗ്രസ് ആയതുകൊണ്ട് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. മാത്രമല്ല, എപ്പോഴും പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയാകാനുള്ള ആളുകൾ, ഇപ്പം KC വേണുഗോപാലൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ സതീശനൊക്കെ പറയുന്നത്, 5-8 ആളുകൾ പിണറായി വിജയനെ പോലെ മുഖ്യമന്ത്രിയാകാൻ പ്രാപ്തിയുള്ള ആളുകൾ സതീശൻ്റെ വാക്കുകളിലുണ്ട്. അതെ, അപ്പോൾ അത് ഒരു തരത്തിലുള്ള മത്സരത്തെ ലഘൂകരിക്കുന്ന ഒരു സംഗതി കൂടിയാണത്. കാരണം മത്സരത്തിനപ്പുറത്ത് പ്രാപ്തിയുള്ള ആളുകളുണ്ട്. ഇത് ആര് മുഖ്യമന്ത്രി ആകണമെന്നുള്ളത് ശരിക്കും ഒരു കോൺഗ്രസിന് സ്ഥാനാർത്ഥി പട്ടികയും തുടർന്നുള്ള സംഭവ വികാസങ്ങൾ ഒരു ആക്ഷൻ പടത്തെ പോലെ തന്നെയായിരിക്കും. അപ്പോൾ ഈ തർക്കങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. അത് അവരും പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അടിപിടിയിൽ 100 സീറ്റ്. പക്ഷേ ഇതിൽ ഉണ്ടായിരിക്കുന്ന ഒരു ചെറിയ വ്യത്യാസം, ഈ വി ഡി സതീശൻ പറഞ്ഞത് UDF ഒരു തലമുറ മാറ്റം കോൺഗ്രസിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളൊരു സംഗതി പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ടീം UDF എന്ന് പറയുന്ന ഒരു സങ്കല്പം പുള്ളി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, ഈ പറയുന്ന ചെറുപ്പക്കാരെയൊക്കെ ഉൾപ്പെടുന്നു. അപ്പോൾ പുള്ളിയും KC വേണുഗോപാലും ഒക്കെ പറയുന്നത് ഇത്തവണ 50% സീറ്റുകൾ യുവാക്കൾക്കും സ്ത്രീകൾക്കും മാറ്റിവെക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ, രാഹുൽ ഗാന്ധിയൊക്കെ പറയുന്ന അഖിലേന്ത്യാ നയത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു മാറ്റം പക്ഷേ ഉണ്ടായോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് സീറ്റ് തർക്കം അവസാനിച്ചിട്ടേ ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. അതെ, അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രതിസന്ധി. അപ്പോൾ ഈ തർക്കങ്ങൾക്കുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതില്ല എന്ന് നമുക്ക് അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഇൻക്ലൂസീവായ ഒരു പട്ടിക വരുമ്പോൾ കോൺഗ്രസിൽ തന്നെ നിലവിലുള്ള ഒരുപാട് അതിർത്തികളുണ്ടാവും. നിയമസഭയിൽ കയറാൻ വേണ്ടി ഇപ്പോൾ തന്നെ പല ആളുകളും ഷർട്ടൊക്കെ MP-മാരായ പലരും മത്സരിക്കാൻ കച്ചകെട്ടി നിൽക്കും. അതെ, കെ സുധാകരനെ പോലുള്ള ആളുകൾ മത്സരിക്കാൻ അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വെല്ലുവിളി. ഏത് തരത്തിൽ ഇപ്പം നമ്മൾ ലീഡർ സബ്മിറ്റ് നടത്തി പൂർത്തിയാക്കിയിരിക്കും. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം കേരളത്തിൽ മുതിർന്ന നേതാക്കന്മാർ ജയിച്ചു വന്നാൽ, നിയമസഭയിലേക്ക് ജയിച്ചു വന്നാൽ
ഒരു മന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട്. മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ ഒരു മന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഡൽഹിയിൽ പോയിട്ട് പ്രത്യേകിച്ച് അവർക്കൊന്നും ചെയ്യാനില്ല. അവർക്ക് ഭരണമില്ല. ഇനി ഭരണം കിട്ടിയാൽ തന്നെ അവർക്ക് പ്രത്യേകിച്ച് റോളൊന്നും അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ അവരുടെ ബേസ് ശരിക്കും കേരളം തന്നെയാണ്. അപ്പോൾ അതിങ്ങോട്ട് തിരിച്ചു വരാനുള്ള ആഗ്രഹം എം പിമാരൊക്കെ ഈ ഒരു പ്രതിസന്ധി ഈ കോൺഗ്രസിന് മുന്നിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ആക്ഷൻ ചിത്രത്തോട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തുടക്കമെല്ലാം ഗംഭീരമാണ്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഇപ്പോൾ ലക്ഷ്യ സമ്മിറ്റ് നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് വർദ്ധിത വീര്യത്തോടെ കോൺഗ്രസ് പ്രവർത്തകരെ നേതാക്കന്മാരെ അഭിസംബോധന ചെയ്യുന്നു. നമ്മൾ അവരോടൊക്കെ കൊടുക്കുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. പാർട്ടി സുസജ്ജമാണ്, കൃത്യമായ നിലപാടുകളോടുകൂടി പാർട്ടി മുന്നോട്ട് പോകണം. എനിക്കൊന്നൊരു കലണ്ടർ ഈ ഇതുമായി ബന്ധപ്പെട്ട് അനാവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലക്ഷ്യ സമ്മിറ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, കോൺഗ്രസ് ഏതൊക്കെ നിലപാടെടുക്കണം, എവിടെ എന്തെല്ലാം പ്രതിഷേധ പരിപാടികൾ നടക്കണം, നിയമസഭാ സമ്മേളനത്തിൽ ബജറ്റ് സമ്മേളനത്തിൽ മുന്നോടിയായി നടത്തേണ്ട പ്രതിഷേധ പരിപാടികൾ, വി ഡി സതീശൻ്റെ ഒരു യാത്ര, ഇതെല്ലാം കൃത്യമായി സ്പെസിഫൈ ചെയ്തുകൊണ്ടുള്ളൊരു കലണ്ടർ അടക്കം പ്രകാരം ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ എനിക്ക് തോന്നുന്നത് സ്ഥാനാർത്ഥി പട്ടികയെ പറ്റിയോ സ്ഥാനാർത്ഥി നിർണയത്തെ പറ്റിയോ ഈ സമ്മിറ്റുകളിൽ ഒന്നും ചർച്ച ചെയ്യപ്പെട്ടു. ചില ധാരണകൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വളരെ നിശബ്ദമായിട്ടാണ് അത് കൈകാര്യം ചെയ്തു പോകുന്നത്. കാരണം പുറത്തേക്ക് അത് ചർച്ചയാവുന്നില്ല. കോൺഗ്രസ് നേതൃത്വം എന്തൊക്കെയോ ശ്രമിക്കുന്നത് പോലെ പുറത്തേക്ക് ഈ വിഷയം ചർച്ചയാവാതെ നിശബ്ദമായി ഇതിനെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന പോലെയാണ് ലക്ഷ്യ സമ്മിറ്റ് അവസാനിക്കുന്നത്. അതെ, അത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു രീതിയാണ്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ തവണയൊന്നും പിന്നെ വിജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ആരാണ് നേതാവ് ഈ അടിപിടിയൊക്കെ ഇത് പട്ടിക വന്ന ശേഷം മതി അങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നതും നമുക്ക് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ ഈ വി ഡി സതീശൻ്റെ യാത്രയ്ക്ക് മുൻപേ ഈ പട്ടിക വരുമെന്നാണ് ഇപ്പോൾ നിലവിലെ ഒരു വിവരം. അങ്ങനെ ആവുകയാണ് ഒരു വിഭാഗം ആളുകളുടെ പട്ടികയെങ്കിലും പുറത്തു വരുമെന്നാണ് അറിയുന്നത്. രണ്ട് പട്ടികയല്ലേ കൊടുത്തിട്ടുള്ളത്? അതായത് മത്സരിക്കുമെന്ന് ഉറപ്പുള്ള കുറേ ആളുകളുടെ പട്ടിക, സ്ഥാനാർത്ഥികളുടെ ആദ്യ ലിസ്റ്റ് പുറത്തു വരുമെന്നാണ് ഇപ്പം അറിയാൻ കഴിയുന്നത്. യാത്രയ്ക്ക് വി ഡി സതീശൻ ഫെബ്രുവരിയിൽ യാത്ര തുടങ്ങും. അതിന് മുമ്പായി എല്ലാവരും അവരുടെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിക്കാവുന്ന തരത്തിലുള്ള പട്ടിക പുറത്തു വരുമെന്നാണ് പറയുന്നത്. ഭയങ്കര രസകരമായിട്ടുള്ള ടാക്ടിക്സ് ഒക്കെയാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ വേണുഗോപാൽ ഈ വാർഡുകളിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളും അവിടെ വിജയിച്ച ആളുകളുമൊക്കെ അവരുടെ വാർഡുകളിൽ 100 വോട്ട് കൂടുതൽ നേടിക്കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേക പുരസ്കാരം ഇതൊക്കെ മുന്നോട്ട് വയ്ക്കുമ്പോഴും KC വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ എന്ത് നിലപാടായിരിക്കും സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അവസാനം പട്ടിക പുറത്തു വന്ന ശേഷം സ്വീകരിക്കുക എന്നുള്ളത് വളരെ നിർണായകമായ ഒരു കാര്യമല്ലേ? ഇതിലൊക്കെ ഗ്രൂപ്പ് താല്പര്യങ്ങൾ വരും. സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഗ്രൂപ്പ് താല്പര്യങ്ങൾ വരും. KC വേണുഗോപാലിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാവും, വി ഡി സതീശൻ്റെ ഗ്രൂപ്പ് ഉണ്ടാവും, രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പ് ഉണ്ടാവും. മലബാർ പ്രദേശങ്ങളിലെങ്കിലും കെ സുധാകരനെ മൈൻഡ് ചെയ്യാതെ പോകാൻ പറ്റില്ല. കെ മുരളീധരൻ്റെ സ്വാധീനം ഉണ്ടാവും. ഇങ്ങനെ പലതരത്തിലുള്ള സ്വാധീനം. പുറമെ ഉഭയകക്ഷി ചർച്ചകൾ ഈ UDF-ലെ മൊത്തത്തിൽ അതാണ് പിന്നീടുള്ള ഒരു പ്രശ്നം. ഉഭയകക്ഷി ചർച്ചകളിൽ പക്ഷേ ഈ പാരലായി നടക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗുമായിട്ടുള്ള ധാരണ, ഇപ്പം UDF-ൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു എലമെൻ്റ് എന്ന് പറഞ്ഞൊരു ഘടകകക്ഷി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗാണ്. ലീഗ് അധിക സീറ്റ് ചോദിക്കുന്നതിനടക്കമുള്ള വാർത്തകൾ അതിനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അത്രയും വലിയ പെർഫോമൻസ് ആണ് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അവർ കാണിച്ചത്. ഇപ്പോൾ UDF വലിയ തകർച്ച നേരിട്ടപ്പോഴും അത്യാവശ്യം സീറ്റുകൾ പിടിക്കാൻ മുസ്ലിം ലീഗിന് കഴിയുകയും ചെയ്തിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ. അപ്പോൾ അതിൻ്റെ ബലത്തിൽ അവർ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ പെർഫോമൻസ് കൂടെ വെച്ചിട്ട് സീറ്റുകൾ ചോദിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. മറ്റൊന്ന് സീറ്റുകൾ വെച്ച് മാറണം എന്നുള്ളൊരു താല്പര്യം പലരും പാർട്ടികളായിട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇപ്പം ദുർബലമായിരിക്കുന്ന ജോസഫ് ഗ്രൂപ്പ് ഏത് തരത്തിൽ പെരുമാറുന്നു നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ സാമുദായിക വിഭാഗങ്ങൾ ഏതൊക്കെ തരത്തിൽ, ഇപ്പം കഴിഞ്ഞ ദിവസം ലത്തീൻ കത്തോലിക്ക സഭയുടെ ഒരു ബിഷപ്പ് പറഞ്ഞത് ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിന് കൃത്യമായ പ്രാതിനിധ്യം തരുന്ന മുന്നണിക്ക് ഞങ്ങൾ വോട്ട് ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പം കൊച്ചി കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിലുൾപ്പെടെ ഈ വിഷയം അവർ പറഞ്ഞിരുന്നു, പ്രാതിനിധ്യം ഞങ്ങൾക്ക് വേണം. അപ്പോൾ അത്തരത്തിൽ സാമുദായിക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യത്തിന് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും. മറ്റ് വിഭാഗങ്ങളും ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ പൂർണ്ണമായും പണങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരുപക്ഷെ LDF-നെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടായിരിക്കും. ഇനി അദ്ദേഹത്തിന് തിരുത്താനുള്ള സമയമുണ്ടോയെന്നും പറയാൻ പറ്റില്ല. പക്ഷേ UDF അധികാരത്തിൽ വരാനുള്ള സാധ്യത തെളിഞ്ഞു എന്ന് കണ്ടാൽ ഒരുപക്ഷെ കുറച്ചുകൂടെ ഒന്ന് സാമുദായികമായിട്ടുള്ള നന്മയ്ക്ക് സാമുദായിക നന്മ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് കുറച്ചൊന്ന് വർത്തമാനം പറയുന്നത് കുറച്ചാൽ കേരളത്തിൽ അത്രയും ജനങ്ങൾക്കിടയിൽ അത്രയും സമാധാനം ഉണ്ടാകും എന്നുള്ളൊരു സംഗതിയുണ്ട്. ഒരുപക്ഷെ അത് തയ്യാറാകുമെന്ന് അറിയില്ല. എന്തായാലും ആ സാമുദായികമായ സമ്മർദ്ദങ്ങൾ, പല ഗ്രൂപ്പുകളും അത്തരത്തിലുള്ള സാമുദായിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. KPMS ഈ വിഭാഗത്തെ ഏതെങ്കിലും തരത്തിൽ പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ലത്തീൻ കത്തോലിക്കർ മാത്രമല്ല, സുറിയാനി ക്രിസ്ത്യാനികൾ, ഓർത്തഡോക്സ്, യാക്കോബായ വിഭാഗങ്ങൾ, ശരിക്കും മധ്യ കേരളത്തിലല്ലേ ഇത് വലിയ രീതിയിൽ ഫാക്ടർ ആകും? അതെ, മധ്യ കേരളത്തിലും പിന്നെ മലയോര മേഖലയിൽ ഉണ്ട്. ഇടുക്കി പോലെയുള്ള മണ്ഡലങ്ങളിൽ വളരെ നിർണായകമായൊരു, ഇപ്പോൾ സണ്ണി ജോസഫിനെ അങ്ങനെ കൊണ്ടുവരുന്നത് പോലും അങ്ങനെയാണല്ലോ. അപ്പോൾ സിറിയൻ ക്രിസ്ത്യാനികളുടെ
ഒരു പ്രാതിനിധ്യക്കുറവ് നികത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. അടൂർ പ്രകാശിനെ കൊണ്ടുവരുന്നത് ഇഴവ് പ്രാതിനിധ്യത്തിൻ്റെ ഒരു കുറവ് നികത്താൻ വേണ്ടിയാണ് UDF കൺവീനറായി അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ സമ്മർദ്ദങ്ങളും പാർട്ടിക്കകത്തെ പ്രശ്നങ്ങളുണ്ടാകും, മുന്നണിക്കകത്തെ പ്രശ്നങ്ങളുണ്ടാകും, അതുപോലെ തന്നെ സാമുദായികമായ സമ്മർദ്ദങ്ങളുണ്ടാകും. ഇതൊക്കെ മറികടന്നിട്ട് വേണം ഈ പറയുന്ന ലക്ഷ്യത്തിലേക്ക് UDFന് കോൺഗ്രസ്സിന് എത്താൻ. അപ്പോൾ കോൺഗ്രസ്സിനെ ആദ്യം സജ്ജമാക്കുക എന്നുള്ള ഒരു പണിയാണ് ഇപ്പം ഈ ലക്ഷ്യ സമ്മിറ്റിൽ ഇപ്പം നടന്നു കഴിഞ്ഞത്. ഇനിയിപ്പോൾ ഇത് നേരത്തെ ബിനോയ് പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പുറപ്പെട്ടാൽ എന്തൊക്കെ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, എതിർപ്പുകൾ ഉണ്ടാകും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ അതിൻ്റെ ഒരു വെടി പൊട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രനാണെങ്കിൽ എന്ത് വില കൊടുത്തും തോൽപ്പിക്കുമെന്ന് പറഞ്ഞത് LDFൻ്റെ ആളുകളല്ല, UDF തന്നെയാണ്. സേവ് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് അവിടെ വ്യാപകമായി പോസ്റ്ററുകൾ വന്നിട്ടുണ്ട്. അതൊക്കെ വലിയ കുറേ കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ സജീവമാകുമ്പോഴത്തേക്കും വലിയതൊന്നും ഉണ്ടാക്കില്ല, സ്വാധീനമൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ അത്തരം ഈ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ അത് CPMൽ പോലും ഇപ്പോൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതും CPIയുടെ കാര്യത്തിലൊക്കെ ഇടതുപക്ഷത്തിൽ സംഭവിക്കുന്നുണ്ട് അത്തരം പാർട്ടിക്കകത്തു നിന്നുള്ള സമ്മർദ്ദങ്ങൾ. അപ്പോൾ ഇത്തരം കുറേ ഘടകങ്ങളെ മറികടന്നിട്ട് വേണം ഇവർക്ക് ഈ പറയുന്ന കേവല ഭൂരിപക്ഷം നേടാൻ. അതായത് തെരഞ്ഞെടുപ്പിന് വിജയിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുന്ന ഒരു സഖ്യമായി മാറാൻ ഈ ഇത്തരം വെല്ലുവിളികളൊക്കെ മറികടന്നിട്ട്. ഇതിനെല്ലാം അപ്പുറം ഇപ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ പറയാതെ പോയിക്കൂടാ. ഈ പുനർജനി വിഷയം കേരളത്തിൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ LDF ഉയർത്തിക്കൊണ്ടുവന്ന വിഷയമാണ് തോന്നുന്നു. അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം പുനർജനി വിഷയത്തിൽ CBIക്ക് അന്വേഷണം കൈമാറാനുള്ള ഒരു തീരുമാനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വാർത്തകൾ മുന്നോട്ട് വരികയാണ്. എനിക്കൊന്ന് ആ വാർത്ത പുറത്തു വന്നതിന് തൊട്ട് പിറകെ 3 തവണയോളം VD സതീശൻ മാധ്യമങ്ങളെ കാണുകയുണ്ടായി. VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് കിട്ടിയ ഒരു പ്രചോദനം പോലെയാണ്. കാരണം ഈ ലക്ഷ്യ സബ്മിറ്റിലൊക്കെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രവർത്തകർക്ക് കുറച്ചുകൂടെ ഊർജ്ജം, ഒരു പ്രത്യേക ആരെയോ എതിരിടാനുള്ള ഒരു ഊർജ്ജം കിട്ടിയതുപോലെയാണ്. VD സതീശൻ്റെ വാക്കുകളിലും ഇത് പ്രകടമാണ്. പക്ഷേ ഈ പുനർജനിയുമായി ബന്ധപ്പെട്ട് LDF സർക്കാർ ഈ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്ന വേളയിൽ, അല്ലെങ്കിൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നുവെന്ന് പുലി വരുന്നതെന്ന് പറയുന്ന പോലെ പേടിപ്പിക്കുന്ന ഒരു സമയത്ത് മറ്റെന്തൊക്കെയോ അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്നല്ലേ? ഈ പുനർജനിയുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾ ഇപ്പോഴും ഉത്തരമില്ലാതെ നിൽക്കുന്നുണ്ട്. അത്തരം ചില സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോൾ പക്ഷേ പുനർജനി ഇവരുടെ പാളിപ്പോയ ഒരു നീക്കമാണോ എന്ന് സംശയമുണ്ട്. ഇപ്പോൾ ഒന്ന് ഈ ഒരു വിജിലൻസ് ഇതിൽ കാര്യമായ സതീശനുമായി ബന്ധപ്പെട്ട് അഴിമതികളോ പണം കൈപ്പറ്റലോ ഒന്നുമില്ല എന്ന് കോടതിയിൽ തന്നെ അറിയിച്ചൊരു കാര്യം വിജിലൻസ് റിപ്പോർട്ടിൽ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കാര്യമായി നിലനിൽക്കുമോ എന്നുള്ള പ്രശ്നമുണ്ട്. പക്ഷേ അതിലൊരു ശുപാർശയായി പറയുന്നത് CBI അന്വേഷിക്കണം. കാരണം ഈ പറ്റുന്ന വിദേശ പണമിടപാടുകളുണ്ട്, CBI അന്വേഷിക്കണം എന്നുള്ളൊരു ശുപാർശ. ആ ശുപാർശ ഇപ്പോഴല്ല വന്നത്, ഏതാണ്ട് 1 വർഷമാകുന്നു ആ ശുപാർശ വന്നിട്ട്. ആ ശുപാർശയുടെ മേലെ ഗവൺമെൻറ് നടപടിയൊന്നും എടുത്തിട്ടില്ല. ആ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴും എന്തെങ്കിലും ചെയ്തു എന്ന് പറയാൻ കഴിയില്ല. അപ്പം മറിച്ച് അവർ ചെയ്തത് പത്രങ്ങൾക്ക് അത് ലീക്ക് ചെയ്തിട്ട് ഒരു വാർത്തയാക്കി പുറത്തുവിടുകയാണ് ചെയ്തത്. ഇതിലൊരു ടാക്ടിക്സ്, ആ വിഷയം ചർച്ചയാവുക. അതായത് ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിൽക്കുന്നു, മറ്റ് പല പ്രശ്നങ്ങളും തൊണ്ടി മുതൽ വലിയ പരാജയമായി, തൊണ്ടി മുതൽ മാറ്റിയ ഒരാൾ മന്ത്രിസഭയിൽ ദീർഘകാലം തുടർന്നു എന്നുള്ളൊരു വിഷയം അദ്ദേഹത്തെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യരാക്കി മാറ്റി വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം പല വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നൊരു സമയത്ത് ഒരു പക്ഷേ അതിനൊന്നും മറികടക്കാനുള്ള ഒരു തന്ത്രമായിരുന്നോ ഇതെന്ന് ഒരു സംശയമുണ്ട്. അപ്പം പക്ഷേ അതത്ര മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്തരം വിഷയങ്ങളൊന്നും തെരഞ്ഞെടുപ്പുകളിൽ മുന്നോട്ട് കാര്യമായി അവരെ കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവുണ്ട്. കാരണം ഇപ്പം LDF എപ്പോഴും CPM എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഞങ്ങളുടെ നേതാക്കളെ വേട്ടയാടുന്നു എന്നുള്ളതാണ്. അതിന് ഇപ്പം SNC ലാവ്ലിൻ കേസാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പാണ് പുറത്തുവിടുന്നത്. CBI അന്വേഷണം ശുപാർശ ചെയ്യുന്നത് പിണറായി വിജയനെ ലക്ഷ്യമാക്കിയിട്ടാണ് അന്ന് ആ തെരഞ്ഞെടുപ്പ് ശുപാർശ ചെയ്യുന്നത്. അത് പിണറായി വിജയൻ പിന്നീട് കേരളത്തിൽ വലിയ ചർച്ചയായ ഒരു സംഭവമാണ് SNC. പക്ഷേ അന്നൊരു പക്ഷേ ഈ പുനർജനി പോലെ അല്ലായിരുന്നു, പിണറായി വിജയനെ വലിയ രീതിയിൽ അത് ബാധിച്ച് അത് CAGയുടെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് ആ വിഷയം ഉണ്ടാകുന്നത്. എന്തായാലും അത് കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുന്നത് VS അച്യുതാനന്ദനായിരുന്നു. അന്ന് VS അച്യുതാനന്ദൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്താൻ പാർട്ടി ആലോചിക്കുന്നു. പക്ഷേ VS അച്യുതാനന്ദന് വേണ്ടി കേരളത്തിലെ തെരുവുകളിൽ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നു, വലിയ പ്രകടനങ്ങൾ നടക്കുന്നു. അങ്ങനെ VS അച്യുതാനന്ദൻ അങ്ങനെ ഒരു അടിത്തറയുടെ ശക്തി ഇപ്പോഴും LDFൽ പ്രതീക്ഷയുണ്ടല്ലേ UDFന് നേരിടുന്ന സമയത്ത്? ഒരുപക്ഷെ അതിൽ നിന്നുകൊണ്ടായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ. അതിൽ ഉണ്ടായിരിക്കുന്നൊരു മാറ്റം അന്ന് പിണറായി വിജയന് ഒരു ശക്തി കുറഞ്ഞൊരു സമയത്ത് ഇപ്പോൾ VS അച്യുതാനന്ദനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് VS അച്യുതാനന്ദൻ സ്വന്തം നിലയ്ക്ക് ഫൈറ്റ് ചെയ്ത് പാർട്ടിയോട് ഫൈറ്റ് ചെയ്താണ് വന്നതെങ്കിൽ പോലും
അത് ഈ എൽ ഡി എഫിനൊരു വലിയ രക്ഷാകവചമായി മാറിയെന്ന്. അച്യുതാനന്ദൻ്റെ ഒരു വലിയ ഇമേജ് അത് ബഹുജനങ്ങൾ അത് വലിയ തോതിൽ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ ആര് എന്നുള്ള ചോദ്യത്തിന് സി പി എമ്മിനോ എൽ ഡി എഫിനോ ഒരു മറുപടി ഇല്ല എന്നുള്ള പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം വീണ്ടും പിണറായി വിജയൻ തന്നെ എൽ ഡി എഫിനെ തെരഞ്ഞെടുപ്പിൽ നയിക്കും, ധർമ്മടത്തുനിന്ന് അദ്ദേഹം വീണ്ടും മത്സരിക്കും എന്നൊക്കെ പറയുന്നത്. അതിന് പാർട്ടി ഉണ്ടാക്കിയ എല്ലാ നിബന്ധനകളും ഒക്കെ മറികടന്നിട്ടാണ് വീണ്ടും ആ നിബന്ധനകളെ മറികടന്നിട്ട് ഇപ്പം കഴിഞ്ഞ തവണ മാറ്റി നിർത്തിയ പല നേതാക്കന്മാരും ഇത്തവണ മത്സരരംഗത്തേക്ക് വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ കെ ശൈലജ ഒരുപക്ഷെ വീണ്ടും മത്സരിച്ചേക്കും, തോമസ് ഐസക്ക് വീണ്ടും മത്സരിച്ചേക്കും. അങ്ങനെ ജയസാധ്യതയുള്ള ആളുകളൊക്കെ തന്നെ പല മണ്ഡലങ്ങളിലായി എൽ ഡി എഫും വിന്യസിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവിടെയാണ് നമ്മൾ യു ഡി എഫിനെയും കൂടെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. യു ഡി എഫിന് ശക്തമായ ഒരു രണ്ടാം നിര ഇപ്പോൾ രൂപപ്പെട്ടിട്ടില്ലേ? ഇപ്പോൾ ഷാഫി പറമ്പിലാവട്ടെ, മറ്റ് നേതാക്കളാവട്ടെ, അത്യാവശ്യം എല്ലാ ജില്ലകളിലും കൊള്ളാവുന്ന അല്ലെങ്കിൽ ഒരു രണ്ടാം നിര എന്ന് പറയുന്ന ഒരു നേതൃത്വം യു ഡി എഫിന് രൂപീകരിക്കാനായിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു നേട്ടം കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എൽ ഡി എഫിനും അങ്ങനെ ഒരു നിരയൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ പിണറായി വിജയനിൽ വലിയ തോതിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതുകൊണ്ട് ഈ ആളുകളുടെ പുറത്തേക്കധികം അവരുടെ കഴിവുകളോ അല്ലെങ്കിൽ അവരുടെ സാധ്യതകളോ പുറത്തു കൊണ്ടുവരാൻ കഴിയാത്ത നിലയിലേക്ക് പിണറായി വിജയനിലേക്ക് പാർട്ടി കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇളവുകൾ അനുവദിക്കും മറ്റ് നേതാക്കന്മാരെയൊക്കെ മത്സരരംഗത്ത്. തെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ ഈ പിണറായി വിജയനെ നേരിടാൻ വേണ്ടിയിട്ട് യു ഡി എഫിൻ്റെ മുഖം ഈ വി ഡി സതീശൻ തന്നെ ആയിരിക്കും അല്ലേ? അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പോക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു. വി ഡി സതീശൻ നയിക്കുമെന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിൽ. അതിലിപ്പം വലിയ സംശയങ്ങൾ ആർക്കും ഇല്ല എന്ന് തോന്നുന്നു. കാരണം ജാഥ നയിക്കാൻ പോകുന്നത് വി ഡി സതീശനാണ്. ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലൊക്കെ ഉണ്ടാകും. പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് യു ഡി എഫിൻ്റെ ടീം ലീഡർ എന്ന നിലയ്ക്ക് വി ഡി സതീശൻ തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പ് നയിക്കാൻ പോകുന്നത്. പക്ഷേ ഇവർക്ക് ഇത്രയും ആളുകളെ ഒരുമിച്ച് അണിനിരത്താൻ കഴിയും. അത് എൽ ഡി എഫിന് അങ്ങനെ കഴിയുമോ എന്നുള്ളത് ഒരു ചോദ്യം. ഈ അടുത്ത നാളുകളിലാണ് ഈ പുതിയ ആളുകളെ കൊണ്ടുവന്നിട്ട് പറയുന്ന സീനിയർ നേതാക്കന്മാരെ വീണ്ടും കളത്തിലിറക്കി മത്സരിപ്പിച്ചിട്ട് ഇതിനെ മറികടക്കാൻ ഉള്ള ശ്രമം അവർ നടത്തും. ആ കാര്യം സംശയമൊന്നുമില്ല. അങ്ങനെ മറികടക്കാൻ കഴിഞ്ഞാൽ മൂന്നാം ടൈം എന്നുള്ള അവരുടെ ഇതിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ള ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ അതിനുള്ളൊരു തടസ്സം എന്ന് പറഞ്ഞാൽ ഈ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ വാർഡുകളിൽ പോലും അവർക്ക് ഏറ്റവും ഒരു വലിയ തിരിച്ചടിയാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും അടുത്തിട്ടുള്ള ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റികൾക്ക് പോലും അതിനെ ഈ രാഷ്ട്രീയ സാഹചര്യത്തെ ഇപ്പം ഒരുപാട് വികസന പദ്ധതികൾ, സാമൂഹ്യക്ഷേമ പദ്ധതികൾ എന്നൊക്കെ നടപ്പാക്കി എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അപ്പോൾ അത് ജനങ്ങളിൽ എത്തിക്കാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നുള്ളൊരു പ്രശ്നം അവർ നേരിടുന്നുണ്ട്. അതിനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാവരും സജീവമാകും. വാർഡ് കമ്മിറ്റികളും ഒക്കെ എല്ലാ പ്രവർത്തകരും അനുഭാവികളുമൊക്കെ സജീവമാകുന്നൊരു കാലമാണ് ഈ വാർഡ് കമ്മിറ്റികൾ അല്ലേ, തെരഞ്ഞെടുപ്പ് കാലം. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഒരുപക്ഷെ അതിനെ അവർക്ക് മറികടക്കാൻ കഴിഞ്ഞേക്കാം. ഇല്ല എന്ന് നമുക്കിപ്പം പറയാൻ പറ്റില്ല. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. രണ്ട് കാരണങ്ങളാൽ. ഒന്ന്, കോൺഗ്രസിൻ്റെ നിലനിൽപ്പ് പ്രധാനപ്പെട്ട കാര്യമാണ്. അതെ, ദേശീയ തലത്തിൽ കേരളത്തിൽ കോൺഗ്രസ് ഇനി ഉണ്ടാകുമോ എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ട തെരഞ്ഞെടുപ്പാണ്. മറുവശത്ത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചും വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. കാരണം അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ സംഭവിക്കാൻ പോകുന്നത് നേരത്തെ ഇന്ത്യയിൽ 3 സംസ്ഥാനങ്ങളിൽ അധികാരത്തിലിരുന്ന പ്രബലമായൊരു പാർട്ടിയായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ 1970-കൾക്കൊക്കെ ശേഷം ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് CPM അധികാരത്തിലിരിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. 3 സംസ്ഥാനങ്ങളിൽ മാറിയെങ്കിലും ഉണ്ടായിരുന്നു. ബംഗാളിലോ കേരളത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ 57 മുതൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലുണ്ട്. പക്ഷേ CPM സർക്കാർ അധികാരത്തിലില്ലാത്ത ഈ വട്ടം തോൽക്കുകയാണെങ്കിൽ ഇടതുപക്ഷം അധികാരത്തിൽ. അപ്പോൾ അത് ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിന് കോൺഗ്രസിനുണ്ടാകുന്നതിനേക്കാൾ വലിയ പ്രത്യേകതയും. കാരണം കോൺഗ്രസിന് മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും ഗവൺമെൻറ്റുകളുണ്ട്. അപ്പോൾ ഈ 2 പാർട്ടികളെയും മുന്നണികളെയും സംബന്ധിച്ച് വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ്സിനാണെങ്കിലും ഇത്രയും സജീവമായി ഈ കാര്യങ്ങളെ പല തടസ്സങ്ങളെയും മറികടക്കാനൊക്കെ കഴിഞ്ഞതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അത് തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ളത് ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി തീരുമാനങ്ങൾ, ഉഭയകക്ഷി ചർച്ചകൾ, മറ്റ് സമ്മർദ്ദങ്ങൾ, ഹൈക്കമാൻഡിൻ്റെ ഇടപെടലുകൾ ഇതൊക്കെ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഈ മുന്നണികളിൽ ആര് വന്നാലും ജനഹിതമാണല്ലോ ഇതിൽ ഏറ്റവും വലിയ. അപ്പോൾ ഈ ലക്ഷ്യ ക്യാമ്പിലുണ്ടായത് ഈ 100 സീറ്റ് അല്ലെങ്കിൽ കേരളത്തിൽ അധികാരം പിടിക്കുക എന്നുള്ളത് ലക്ഷ്യം നേടുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. എന്തായാലും ആ ലക്ഷ്യത്തിലേക്ക് എത്തും എന്നുള്ള ഒരു
ആത്മവിശ്വാസത്തോടെയാണ് കോൺഗ്രസ്സുകാർ ഇത്തവണ പുറത്തേക്ക് പോയത്. ആത്മവിശ്വാസം വളരെ പ്രകടമാണ്. കോൺഗ്രസിൻ്റെ പ്രത്യേകിച്ച് ഐക്യവും പ്രകടമായിരുന്നു. വി ഡി സതീശൻ്റെ ശരീരഭാഷയിലാവട്ടെ, അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ അവരൊരു കൂട്ടായ്മ, അവർ പുറത്തുവിട്ട ഫോട്ടോസും ഒക്കെ തന്നെ അത് മാത്രമല്ല, സണ്ണി ജോസഫ്, കെ സുധാകരൻ, ഇവരുടെയൊക്കെ പ്രതികരണം ഇപ്പോൾ പുനർജനി വിഷയത്തിലടക്കം വി ഡി സതീശനെതിരെ ഈ LDFൻ്റെ ഭാഗത്തു നിന്നൊരു പ്രതിരോധം വരുമ്പോൾ, സർക്കാർ കൃത്യമായിട്ട് വി ഡി സതീശന് ഒരു പ്രതിരോധം കൊണ്ടുവരുമ്പോൾ, ഈ സമയത്ത് വി ഡി സതീശനൊപ്പം ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്നുള്ളൊരു സന്ദേശം അത് പ്രവർത്തകർക്ക് കൊടുക്കാൻ സാധാരണ അത് ഇടതുപക്ഷത്താണ് ഉണ്ടാവുന്നത്. അത് ഇവിടെ കൊടുക്കാനാവുന്നുണ്ട്. ഇപ്രാവശ്യം അത്ഭുതകരമാണ്. അപ്പം ഇവർ പറയുന്ന പോലെ, വി ഡി സതീശൻ പറഞ്ഞ പോലെ ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതെ അതെ. അപ്പം അത്തരത്തിലുള്ളൊരു യൂണിറ്റി ഉണ്ടാക്കാനായിട്ട് അവരുടെ ഇതുവരെയുള്ള ഈ ലക്ഷ്യ ക്യാമ്പിലും കഴിഞ്ഞു. ഇനി ആ ലക്ഷ്യം നേടുമോ എന്നുള്ളത് ഇനി വരുന്ന കാലത്ത് സ്ഥാനാർത്ഥി പട്ടിക കൂടെ വരേണ്ടതുണ്ടെന്നാണ്. സ്ഥാനാർത്ഥി പട്ടിക വരണം, കോൺഗ്രസിൻ്റെ ജനങ്ങൾ തീരുമാനിക്കണം. കോൺഗ്രസിൻ്റെ ഒരു രീതിയെ വെച്ച് നമുക്ക് സ്ഥാനാർത്ഥി പട്ടിക കൂടെ വന്നാലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാവുക. ഒരുപക്ഷെ എല്ലാ കാലവും കോൺഗ്രസിന് കീറാമുട്ടിയാവുന്ന ഒരു സാധനമാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും. അതുകൂടെ ഒരു തീരുമാനമായി കോൺഗ്രസിന് ഒരു ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകാനായാൽ ഒരുപക്ഷെ കേരളത്തിൽ വലിയൊരു മാറ്റം പ്രതീക്ഷിക്കാം. CPM സംബന്ധിച്ചിടത്തോളം ഇനി CPM സ്ഥാനാർത്ഥി പട്ടിക വരാനിരിക്കുന്നേ ഉള്ളൂ, CPM പദ്ധതികൾ വരാനിരിക്കുന്നേ ഉള്ളൂ. സർക്കാർ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളിലേക്ക്, പിന്നെ NDAയുടെ നിലപാട് വളരെ പ്രധാനപ്പെട്ട കാരണം പല സമുദായങ്ങളും പല സ്ഥലങ്ങളിലും ഒക്കെ പല പ്രദേശങ്ങളിലും NDAയുടെ സ്വാധീനമുണ്ട്, BJPയുടെ ഒരു സ്വാധീനമുണ്ട്. അതൊരു പക്ഷേ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിനെ തന്നെ ബാധിക്കുന്ന, തെരഞ്ഞെടുപ്പിനെ തന്നെ ഒരു ഡിസിസീവ് ഫാക്ടർ എന്നൊക്കെ പറയുന്നത് പല സ്ഥലങ്ങളിലും സീറ്റുകൾ നേടാൻ കഴിയുമോ എന്നുള്ളത് നിർണായകമായ ഒരു പല സ്ഥലങ്ങളിലും അതും ഒരു നിർണായക ഘടകമായി തന്നെ കണക്കാക്കേണ്ടി വരും. എന്തൊക്കെയാണെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ തുടരും, നമ്മുടെ ചർച്ചകൾ തുടരും, തുടരും. ലക്ഷ്യത്തിലെത്തട്ടെ. അതോടൊപ്പം തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ വിശേഷങ്ങൾ ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം.